പിന്നെ പെട്ടെന്നാണ് ഡോക്ടർ പറയണതെന്ന് വെച്ചാൽ ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ 2 പ്രാവശ്യം PV ചെയ്യാനൊക്കെ കയറ്റി. അപ്പോൾ ഏകദേശം കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ആൾക്ക് ഇന്നലെ രാത്രി നല്ല പെയിൻ ഉണ്ടായിരുന്നു. നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല ഇന്നലെ. അപ്പോൾ ഇന്നിപ്പോൾ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി കയറ്റിയിട്ടുണ്ട്. വന്നിരിക്കണം ഇപ്പം ഇന്ന്. അപ്പോൾ എല്ലാവരും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കയറ്റിയപ്പോൾ ആൾ പെയിൻ എടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് നിൽക്കാണ്ടുള്ള പെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കയറ്റിയിട്ടുണ്ട്. ഡോക്ടർ വന്നിട്ടില്ല. നമ്മുടെ കാണിക്കുന്ന ഡോക്ടർ 9 മണിക്ക് വരുമ്പോൾ ഇപ്പോൾ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യാം. എല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ലൊരു ദിവസമാവട്ടെ, നല്ലൊരു സന്തോഷമുള്ള ദിവസമാവട്ടെ. ഇപ്പോഴും പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥിക്കുക. ബാക്കി വിശേഷങ്ങൾ നടക്കാം. ഓക്കെ, ബാ. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ഡോക്ടർ പറഞ്ഞേക്കണം നാളെ ആയിരിക്കും മിക്കവാറും ഡേറ്റ് എന്നാണ് പറഞ്ഞേക്കണം. നാളെ രാവിലെ നോക്കാം, ഇന്ന് വൈകിട്ട് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുക. ട്രിപ്പിലാണൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇരിക്കുന്നത്. എല്ലാവരും ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് പോയിക്കണല്ലേ? അതെ, തക്കും അച്ഛനും പുറത്ത് വീട്ടിൽ പോയേക്കണം. കുറച്ച് നാളിലൊക്കെ എടുക്കാൻ വേണ്ടി പോയേക്കാണ്. ദൈവത്തിന്റെ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഇനിയും വേണം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴും പറയുന്നു. ഇപ്പം അത്യാവശ്യം വേദനയൊക്കെ ആയിട്ടാണ് കയറിയേക്കണത്. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അതെ, വേറെ ഒന്നും പറയാനൊന്നുമില്ല. അല്ല പറയണ്ട, നമുക്ക് വെയിറ്റ് ചെയ്തേക്കാം. നാളെ എപ്പോഴാണ് പറഞ്ഞാൽ പറഞ്ഞില്ലേ? Sure, ma'am. Eso no
പിന്നെ അപ്പി ഒച്ച കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും മോൻ അച്ഛനൊച്ച മോന് അകത്തിരുന്ന് ലേട്ടേക്കണം, പുറത്തിരുന്ന് കേട്ടിട്ടുണ്ടാ ഒച്ചെടുത്ത് അച്ചാച്ചനെടുത്തിട്ടുള്ള ഹലോ, എല്ലാവരും പ്രാർത്ഥനകളിൽ തന്നെ അമ്മയും മോനും സുഖമായിട്ടിരിക്കേണ്ട. എന്താ പറയണ്ടതെന്ന് അറിഞ്ഞൂടാ സത്യത്തിൽ. പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നാണ് എടുക്കുന്നത്. ഇന്നലെ എല്ലാം കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു കാര്യങ്ങളൊക്കെ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് അഡ്മിറ്റ് ആയതിനു ശേഷം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല മുന്നത്തെ. ഫസ്റ്റ് ദിവസം 2 പ്രാവശ്യം PV ചെയ്ത്. അപ്പോൾ പെയിനും കുറവായിരുന്ന ആൾക്ക് നമുക്ക് PV എന്ന് പറയുമ്പോൾ എൻ്റെ ഗ്യാപ്പ് വലുതായി കഴിഞ്ഞാൽ നമുക്ക് സുഖപ്രസവം ആവുള്ളൂ. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെങ്കിലും. അപ്പോൾ ഗ്യാപ്പായിട്ടില്ല, ഡെലിവറി ആവാനുള്ള ഗ്യാപ്പായിട്ടില്ല. പിറ്റേ ദിവസം നോക്കാമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആക്കിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ, ഇന്ന് രാത്രി മുതൽ രാവിലെ വരെ ആൾക്ക് നല്ല പെയിനായിരുന്നു. പെയിൻ നല്ല രീതിക്ക് ഇങ്ങനെ ആയി കൂടി ഇങ്ങനെ നിൽക്കാണ്ടായി വന്നുകൊണ്ടിരിക്കണായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ അപ്പം ഏകദേശം നമുക്ക് മനസ്സിലായി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്, ഡെലിവറി ആവാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ അറിയിച്ച് അവിടെ നമ്മൾ ലേബർ റൂമിൽ ചെന്ന് എല്ലാം കഴിഞ്ഞ് അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടറും പറഞ്ഞ് PV എടുത്ത് കഴിഞ്ഞപ്പോൾ ഓക്കെയാണ്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം, ഇനിയിപ്പോൾ ഇനി അധികം താമസിക്കാതെ തന്നെ നമുക്ക് ബേബിനെ നമുക്ക് കൈ കിട്ടും, 4 മണിക്കൂറൊക്കെ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഓക്കെ, നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിച്ചെല്ലാം നിൽക്കണം. പിന്നെ ആ സമയത്തിന് നമ്മൾ LDR കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കയറണമായിരുന്നു, എനിക്ക് കയറി കാണണം എന്ന് ഭയങ്കര ആഗ്രഹം കൊണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടേക്ക് ഇരുന്നത്. അപ്പോൾ ആൾക്കൊരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം, ആളും സപ്പോർട്ട് ചെയ്യും, നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നു വെച്ചാൽ ഞാനും ഉണ്ടാവുമല്ലോ കൂടെ. അപ്പോൾ പേടിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ സന്തോഷമായിട്ടൊക്കെ നിൽക്കിയിരുന്നു. പിന്നെ പെട്ടെന്നാണ് ഡോക്ടർ പറയണതെന്ന് വെച്ചാൽ ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്, കൊച്ചു മഷീട്ട് എന്ന് പറഞ്ഞ്. മഷീട്ട് ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് സിസേറിയൻ വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മഷി ബേബിയുടെ ഹാർട്ട് ബീറ്റിലേക്കൊക്കെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്ര ബെറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ചെയ്തു, കുഴപ്പമില്ല. ആകെ നമ്മൾ തകർന്നുപോയി. പക്ഷെ എന്ന് വെച്ചാൽ പെട്ടെന്നായിരുന്നു, ഒരു 5-10 മിനിറ്റ് കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം ആയത്. ഡോക്ടർ ഇത്ര ഹാപ്പി ആയിട്ട് എല്ലാം ഓക്കെയാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും സോഫ്റ്റാണ്, PV എടുത്തപ്പോഴും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ഇന്നലത്തേക്കാളും നല്ല ബെറ്റർ ആയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ ഡോക്ടർ വേഗം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇല്ലാണ്ടായിപ്പോയി. ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരോടും വന്നിട്ട് ആകെ വിഷമിച്ച് ആകെ ആവശ്യമായിപ്പോയി. നമ്മളെന്ന് വെച്ചാൽ എന്താ പറയണ്ടതെന്ന് അറിഞ്ഞൂടാ. പെട്ടെന്ന് ചെയ്യണം, ഇങ്ങനെയാണ് ഇത്ര അതിന് മുന്നേ നോർമലായിരിക്കും, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും, നല്ല ചില്ലായിട്ടിരിക്കാൻ പറഞ്ഞ ആൾ പെട്ടെന്ന് ഓടി. പിന്നെ അതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ ഓടിയാണ്, നേഴ്സുമാരെല്ലാവരും അങ്ങോട്ടും കിടന്ന് ഓടിയാണ്. അപ്പോൾ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ആകെ എന്ത് ചെയ്യണം എന്നറിയാണ്ട് അവിടെ ഇരുന്ന് പോയി. അപ്പം തന്നെ ഡോക്ടർമാർ അപ്പം തന്നെ കൂടി എന്നാൽ ഈ പറഞ്ഞതിൻ്റെ ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല, 10 മിനിറ്റ് പോലും എടുക്കാണ്ട് സംഭവങ്ങൾ കഴിഞ്ഞ്. അപ്പം തന്നെ നമ്മൾ അവിടെ പുറത്തുനിന്ന് കൊട്ടി അവർ പറഞ്ഞ് ഓക്കെയാണ്, പേടിക്കാനൊന്നുമില്ല. അനസ്തേഷ്യ ഡോക്ടർ വിളിച്ച് സൈൻ ചെയ്യാനൊക്കെ വിളിച്ച്. അപ്പോൾ അവിടെ ചെന്ന് അതിനൊക്കെ മുന്നേ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ അടുത്ത് ഓൾറെഡി എല്ലാം ചെയ്യണേണ്, നിങ്ങളുടെ ഒരു ഉറപ്പോടുകൂടി നമ്മൾ ചെയ്യണേ, എല്ലാം ഓക്കെ പറഞ്ഞ് ചെയ്ത് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെയാണ്. ഡോക്ടറെ കണ്ട് ആദ്യം പറഞ്ഞ ഡോക്ടർ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, ഓക്കെയാണ്, പേടിക്കാനൊന്നുമില്ല, ബേബി
ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, സേഫാണ്, അമ്മയും സേഫാണ്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾ. അപ്പം തന്നെ കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൊച്ചിനെ കൊണ്ടുവന്ന് കാണിച്ച് കൊച്ചിന് കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് നല്ല ജിങ്കായിട്ട് നിൽക്കുന്ന ആള്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് സന്തോഷമായെന്ന് വെച്ചാൽ ശ്രുതിനെ കണ്ടിട്ടില്ല, ശ്രുതി സേഫാണെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ആൾക്ക് സിസേറിനായതുകൊണ്ട്, പെട്ടെന്നുള്ള സിസേറിനായതുകൊണ്ട് അപ്പം തന്നെ ഇറക്കാൻ പറ്റില്ല, കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ആളെ പുറത്തേക്ക് ഇറക്കി കണ്ടു. അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് വീഡിയോയിൽ പകുതി മുക്കാൽ കാര്യങ്ങളുണ്ട്, മുക്കാലല്ല 99% കാര്യങ്ങളിലുണ്ട്. ഇതിനൊരു മറുവശം കൂടി ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം നടന്ന കാര്യങ്ങൾക്ക് ശ്രുതിക്കാൻ അറിയുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വീഡിയോ എടുക്കാനാണ് കരുതിയത്. പക്ഷേ എന്ന് വെച്ചാൽ ആൾക്ക് വീഡിയോയിൽ വരാൻ പറ്റില്ല, ഇപ്പം റെസ്റ്റാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങൾ അതിൻ്റെ ഭാഗങ്ങളായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറയാം. കാര്യങ്ങളൊക്കെ ആളും കൂടെ ഒന്ന് ഉഷാറായി വന്നിട്ട് പറയാം. ഇപ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായി ശ്രുതിക്ക് എങ്ങനെ ഡെലിവറി കഴിഞ്ഞാൽ എന്താണ് കാര്യങ്ങൾ, ഒന്നും പറയണില്ല, എന്തെങ്കിലും ഒന്നും പറഞ്ഞുകൂടെ, പിണങ്ങിയാണ് വിളിച്ചുണ്ടാക്കുക. അപ്പോൾ നമുക്കത് ഇപ്പം ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട്. വേറെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നമുക്ക് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഈ നേരത്താണ് നമ്മളൊന്നും സത്യമായിട്ടും നേരെ നിൽക്കണത്. ഇന്നലെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് അപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു, പിണങ്ങിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞുകൂടെ. അപ്പം നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ ഇത്തരം സമയം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, ഇങ്ങനെ സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ തന്നെ എല്ലാവരും നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് കാണുമ്പോൾ നമുക്ക് അതൊക്കെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ്, ശ്രുതിക്കിട്ട് ഏറ്റവും വലിയ ഭാഗ്യമാണ് സത്യത്തിൽ. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം ആള് സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പം രണ്ടുപേരും ഉണ്ട് അവിടെ, കൊച്ചും അമ്മയും അവിടെ സേഫായിട്ടിരിക്കുകയാണ്. അവിടെ ഇപ്പം അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കാണ് ഹോസ്പിറ്റലിൽ. അപ്പം ഞാൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ കാറിലിരുന്ന വീഡിയോ എടുക്കുന്നത്, ഇവിടെ പാർക്കിങ്ങിലാണ് കിടക്കണത്. അപ്പം ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ വിളിക്കുന്നത്, ഇപ്പോൾ കൊച്ചിന് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നിട്ടുണ്ട്. പറഞ്ഞ് എടുത്തോ, കൊച്ചിക്ക് നല്ല കരച്ചിലാണ്. ഇന്നലെ രാത്രി നല്ല കരച്ചിലായിരുന്നു. വെച്ചാൽ കരച്ചിലെന്ന് വെച്ചാൽ അമ്മത് കരച്ചിലായിരുന്നു. അപ്പോൾ നമുക്കത് കണ്ട് ഇപ്പം ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ കുഞ്ഞിതല്ലേ, കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് സഹിക്കില്ല. അപ്പോൾ ഇപ്പം കഴിഞ്ഞിട്ടുണ്ടാവും, ഇപ്പം കരയിക്കും അവിടെ കിടന്ന്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം, കാണിക്കാം, വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇന്നലെ കുറേ നമ്മളുടെ ജീവിതത്തിൽ സീനായിരുന്നു. ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകാൻ ആദ്യമായിട്ടാണെന്നറിയാം. എന്നാൽ പോലും വെറുതെ ഇല്ലാണ്ടായി പോണ ഒരവസ്ഥയായിരുന്നു. നമ്മളുടെ ഇല്ലാണ്ടെന്ന് വെച്ചാൽ ഇല്ലാണ്ടായി പോണ അവസ്ഥ, ലൈഫിൽ ഇതുവരെ ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഒരു നിമിഷം 10 മിനിറ്റ് കൊണ്ട് നമ്മളുണ്ടായത്. ഇന്നിപ്പില്ലാണ്ട് എന്തോ പറ്റി, പെട്ടെന്ന് സന്തോഷിച്ചു പറഞ്ഞ ആള് പെട്ടെന്ന് അവിടെ പേടിച്ച് കളഞ്ഞു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒച്ചപ്പാടും ബഹളം ഓട്ടോക്കെ ഇരുന്നു. അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോയി, എന്ത് വേണ്ടോ മനസ്സിലായില്ല. പക്ഷെ അവർ സേഫായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്ത്. അപ്പം അതിന് എല്ലാത്തിനും ഡോക്ടർമാർക്കും എല്ലാവർക്കും സ്നേഹം നന്ദിയുണ്ട് എല്ലാവർക്കും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചതുകൊണ്ടും നിങ്ങളുടെ അടുത്തൊക്കെ എന്താ പറയണ്ടതെന്ന് അറിയില്ല. എല്ലാവരും നമുക്ക് എല്ലാവരുടെ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇതും കൂടി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇതിൽ പെടുത്തുള്ളൂ. ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് തന്നെ അറിയൂടാ. ഇനി വലിച്ചിട്ട് കൊണ്ടുപോകலாம். ഇത് ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നതെല്ലാം ഇത്രേ ഉള്ളൂ. അപ്പം നിർത്തിയാണ് കാണാം നമുക്കപ്പം. ഓക്കെ.